താന്തോന്നിയും പെണ്ണും ഭാഗം 5. പാർവതി ദേവന്റെ മുറിയുടെ പുറത്തായി വന്നു നിന്നു. പാതി ചാരിയിട്ടിരിക്കുന്ന വാതിൽ പുറംകൈയാൽ വാതിലിൽ മെല്ലെ തട്ടിയവൾ. കേറി വാ. കനമുള്ള ആ ശബ്ദം കേട്ടതേ മെല്ലെ അവൾ മുറിക്കുള്ളിലേക്ക് കയറി. പാറു ദേവനെ നോക്കി എന്തൊക്കെയോ തിരക്കിട്ട് നോക്കുന്നുണ്ട്. ദേവേട്ടാ, എന്തിനാ വിളിച്ചത്? പാറു ചോദിച്ചതും തിരച്ചിൽ നിർത്തിയവൻ അവളെ തിരിഞ്ഞു നോക്കി. കുറച്ച് ദിവസത്തേക്ക് ഞാനിവിടെ കാണില്ല. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ റൂമിൽ കൊണ്ടുവച്ച് ഇവിടെ കിടന്നാൽ മതി. പോയി എല്ലാം എടുത്തിട്ട് വാ. അവൻ്റെ വാക്കുകളിൽ ഒരാജ്ഞയായിരുന്നു. പാറു കേട്ടത് ശരിയോ എന്ന് ഓർത്ത് അങ്ങനെ നിന്നുപോയി. നീ എന്തു നോക്കി നിൽക്കുക? ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? നിന്നിടത്തു നിന്ന് അനങ്ങാതെ നിൽക്കുന്നവളെ നോക്കി കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചവൻ. ഞാൻ പോകുക. അതും പറഞ്ഞവൾ വെപ്രാളത്തിൽ റൂമിൽ നിന്നിറങ്ങി. അവൾ പോകുന്നത് നോക്കി നിന്നവൻ പിന്നീട് വസ്ത്രങ്ങളൊക്കെ മടക്കി ബാഗിലേക്ക് വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവളുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് എടുത്ത് തിരികെ ദേവന്റെ റൂമിലേക്ക് ചെന്നു. എവിടെ വയ്ക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അതുമായി അവിടെ നിന്നു. ആ ബാഗ് എന്താ നിന്റെ കയ്യിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ദേവൻ പാറുവിനെ നോക്കി പല്ല് കടിച്ചായിരുന്നു ചോദ്യം. എവിടെ വെക്കണമെന്ന് അറിയില്ല, തല താഴ്ത്തിപ്പിടിച്ചവൾ അവനോടായി പറഞ്ഞു. ഈ റൂമിൽ നീ ഇത് വയ്ക്കാൻ ഒരു സ്ഥലവും കണ്ടില്ലേ? ദേവൻ അയൺ ചെയ്ത് വെച്ച ഷർട്ട് എടുത്തിട്ട് അവളെ കൂർപ്പിച്ചു നോക്കി. അവന്റെ നോട്ടത്തിൽ ഭയന്നവൾ ആദ്യം കണ്ട കബോർഡിലേക്ക് ബാഗ് തിരുകി വെച്ച് അവനെ നോക്കി. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? മുറിയിൽ നിന്നിറങ്ങാൻ തുടങ്ങിയ പാറുവിന്റെ ചെവിയിലേക്ക് അവന്റെ ചോദ്യമെത്തവേ അവൾ തിരിഞ്ഞ് അവനെ നോക്കി. ബെൽറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ദേവൻ ഒന്നും കൂടി എടുത്തു ചോദിച്ചു. ഞാൻ കള്ളം പറഞ്ഞില്ല, പതിഞ്ഞ സ്വരത്തിൽ തല താഴ്ത്തിയവൾ പറഞ്ഞു. അനക്കമൊന്നുമില്ലാതെ മുഖമുയർത്തിയ പാറുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. പേടിയോടെ അവൾ ഉമിനീരിറക്കി. അവളെ തന്നെ കണ്ണെടുക്കാതെ തുറിച്ചു നോക്കിയവൻ തൊട്ടു മുന്നിൽ നിൽക്കുന്നു. നീ കള്ളം പറഞ്ഞില്ലേ? ഒന്നും കൂടി എടുത്തു ചോദിച്ചവൻ. അവൾ ഒന്നും മിണ്ടിയില്ല. ലുക്ക് അറ്റ് മീ പാർവതി, ദേവൻ കുറച്ചു മയത്തിൽ പറഞ്ഞതും പാറു അവന്റെ മുഖത്തേക്ക് നോക്കി. നിതിൻ വന്ന കാര്യം എന്നോട് പറയാത്തതെന്താ? അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ പേടിച്ചിട്ടാണ്. അവളുടെ നേർത്ത സ്വരം. ഓഹോ, ഒരു കാര്യം നീ ഓർത്തോ പാർവതി, നാട്ടുകാരുടെയും വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ നീ എൻ്റെ ഭാര്യയാണ്. നിനക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരം പറയേണ്ടത് ഞാൻ മാത്രമാണ്. അത് ഓർമ്മ വേണം. ദേവന്റെ വാക്കുകൾക്ക് മറുപടിയായി അവളൊന്ന് മൂളി. എല്ലാവരുടെയും മുന്നിൽ ഉത്തരം പറയണം പോലും, അത്രയേ ഉള്ളൂ അല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള എൻ്റെ സ്ഥാനം? അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. താലി കെട്ടിയ ആളുടെ മനസ്സിൽ ആരുമല്ല എന്നുള്ളതോർക്കെ അവളുടെ കണ്ണു നിറഞ്ഞു. ഞാൻ ഇറങ്ങുക. ബാഗുമായി വാതിൽപ്പടിയെത്തിയവൻ അവളെ തിരിഞ്ഞു നോക്കി. റൂം നല്ലപോലെ ലോക്ക് ചെയ്തിട്ടേ കിടക്കാവൂ. ദേവന്റെ സാധനങ്ങളിൽ ഒന്നിലും കൈവയ്ക്കാൻ ആരും ധൈര്യപ്പെടില്ല എങ്കിലും ഓർമ്മിപ്പിച്ചതാണ്. അവൻ പുറത്തേക്ക് കടന്നതും പാറുവും അവന്റെ പിന്നാലെ ഇറങ്ങി. എവിടേക്ക് പോകുക ദേവാ നീ ബാഗൊക്കെ ആയിട്ട്? അമ്മ ശ്രീദേവി മകനെ കണ്ടുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഈ തെമ്മാടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ആളുകളൊക്കെ ഉണ്ടോ? പുച്ഛത്തോടെയാണ് ദേവൻ അത് ചോദിച്ചത്. ദേവാ, ഞാൻ ഇന്നും നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അമ്മ കയ്യിലെ പത്രം സോഫയിലേക്കിട്ട് അവൻ അടുത്തേക്ക് ചെന്നു. എന്ത്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടെന്നോ? എന്നിട്ടെന്താ അന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് തിരക്കാഞ്ഞത്? പോട്ടെ, അന്ന് ഇവളുടെ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ എങ്ങനെ അവിടെ വന്നു എന്ന് തിരക്കാഞ്ഞത്? എന്താ, നേരെ മറിച്ച് എല്ലാവരും ചേർന്ന് കാര്യം പോലും ശരിക്കും ചോദിക്കാതെ ഞങ്ങളുടെ വിവാഹവും നടത്തി. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന്. കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് ഒരു ഊക്കോടെ വച്ചവൻ അമ്മയുടെ നേരെ ശബ്ദമുയർത്തുമ്പോൾ അവർ ഭയത്തോടെ മകനെ നോക്കി. പാറു അവനടുത്തായി തന്നെ പേടിയോടെ നിന്നു. മോനെ, ഞാൻ ദേവനോട് എന്തോ പറയാൻ തുടങ്ങിയ അമ്മയെ കൈയെടുത്തു വിലക്കിയവൻ.
അവർ പിന്നീട് ഒന്നും സംസാരിക്കാതെ അങ്ങനെ നിന്നു. ശരിയാണ്, ശിക്ഷിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും അവൻ്റെ ഭാഗം കേൾക്കണമായിരുന്നു. ചെയ്തില്ല. കുറ്റബോധത്തോടെ അല്ലാതെ അവർക്ക് മകനെ നോക്കാൻ കഴിയുമായിരുന്നില്ല. ദേവാ, നീ ആരെയാ ചോദ്യം ചെയ്യുന്നത്? ഇത് നിന്റെ അമ്മയാണ്. അപ്പച്ചി ശാന്തി ഒരു കുടിലതയോടെ മുന്നിലേക്ക് വന്നു. അമ്മ ആയാലും അച്ഛനായാലും പറയാനുള്ളത് ദേവ മുഖത്ത് നോക്കി തന്നെ പറയും. ദേവൻ ദേഷ്യത്തോടെ അപ്പച്ചിയെ നോക്കി. ആഹാ, അങ്ങനെയെങ്കിൽ നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഈ നിൽക്കുന്നവളോട് ചോദിക്ക്. 2 ദിവസം മുന്നേ നിധിനുമായിട്ട് ആ വിറകുപുരയിൽ എന്തായിരുന്നെന്ന്. ഒരു വഴക്കിനുള്ള തീപ്പൊരി ഇട്ടുകൊടുത്ത നിർവൃതിയോടെ അവർ അകമേ സന്തോഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. പാറു ഞെട്ടലോടെ അവരെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നെ മനഃപൂർവ്വം അവിടേക്ക് പറഞ്ഞു വിട്ടതല്ലേ ഇവരല്ലേ? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിച്ചിട്ട് വഴക്ക് പറഞ്ഞ് എന്നെ അവിടേക്ക് വിട്ടതല്ലേ? അതല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്? അവളുടെ ഓർമ്മ ആ ദിവസത്തിലേക്ക് പോയി. മഴയുടെ ശക്തി കൂടി വന്നതും പാറു അലക്കാനെടുത്ത വസ്ത്രങ്ങൾ തിട്ടയിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് കയറി. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പച്ചക്കറികൾ അരിയാൻ എടുത്തു വയ്ക്കുകയായിരുന്നു. ഡി, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. എന്താണെന്നറിയില്ല, നീ ഇതൊക്കെ അരിഞ്ഞു പറക്കി വെക്കണം. അവർ പറഞ്ഞതനുസരിച്ച് പാറു പച്ചക്കറി അരിയുമ്പോഴാണ് ശാന്തി അവിടേക്ക് വന്നത്. ഡി, നീ ഇത് ആ വിറകുപുരയിലേക്ക് കൊണ്ടിട്ടിട്ടു വാ. അത് അവിടെ വെച്ചേക്കൂ, മഴ തോരുമ്പോൾ ഞാൻ കൊണ്ടിടാം. പാറു പിന്നെയും ചെയ്യുന്ന ജോലി ശ്രദ്ധിച്ചു. നിന്നോടിപ്പോൾ കൊണ്ടിടാനാണ് പറഞ്ഞത്. അവളുടെ കയ്യിലിരുന്ന പച്ചക്കറി പാത്രം പിടിച്ചു വാങ്ങി പറഞ്ഞതും പാറു മറുത്തൊന്നും പറയാതെ അവരുടെ കയ്യിലിരുന്ന പഴയ കുറച്ച് തുണികൾ വാങ്ങി വിറകുപുരയിലേക്ക് ചെന്നു. ഒരു മൂലയിൽ വെച്ചിരിക്കുന്ന വലിയ കബോർഡ് പെട്ടിയിലേക്ക് അതിട്ട് തിരിഞ്ഞതും മുന്നിൽ നിധിൻ. മുത്തച്ഛൻ്റെ അനിയൻ്റെ മകൻ്റെ മകനാണ് നിധിൻ. കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവിടെ അധികം ആരും അവനുമായി അടുക്കാൻ പോകില്ല. നിധിന് പാറുവിൻ്റെ മേലൊരു കണ്ണുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ? മാറിക്കേ, ഞാൻ പോകട്ടെ. അവൾ തടസ്സം നിൽക്കുന്നവനെ മറികടന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയവൻ. പോകല്ലേ പാറു, നിനക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ കാത്തിരുന്നത്. വാ, നമുക്ക് മഴയൊക്കെ ഒന്ന് ആഘോഷിക്കാം. വഷളത്തരം നിറഞ്ഞ നോട്ടവും ചിരിയും. പാറു വെറുപ്പോടെ അവൻ്റെ കൈ തട്ടി മാറ്റി കരണത്ത് നോക്കി ഒരെണ്ണം കൊടുത്തു. പുറത്തേക്കിറങ്ങി ഓടി. പെട്ടെന്നുള്ള അടിയായതിനാൽ അവനത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അവളെ പിടിക്കാനായി പുറകെ ചെന്നപ്പോഴാണ് അടുക്കളപ്പുറത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ അവൻ കാണുന്നത്. ഒരു കുടിലതയോടെ അവർ കാണാനായി അവളുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. പേടിയോടെ ഓടുന്നതിനിടയിൽ കല്ലിൽ കാല് തടഞ്ഞു വീണാണ് അന്ന് ഹോസ്പിറ്റലിൽ പോയത്. ലക്ഷ്മിയമ്മ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തോ ഭാഗ്യമെന്ന് പറയാം. അവർ എന്നെ അവിശ്വസിച്ചിരുന്നില്ല. അതേപ്പറ്റി ഒന്നും ചോദിച്ചതുമില്ല. അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാകും. അവൾ അന്നത്തെ ദിവസം ഓർത്തുകൊണ്ട് ശാന്തിയെ നോക്കി. ശേഷം ദേവനെയും ലക്ഷ്മിയമ്മയെയും. എല്ലാവരും അവരെയും ദേവയെയും മാറി മാറി നോക്കി. അവൻ പാറുവിന് നേരെ തിരിഞ്ഞു. അപ്പച്ചി പറഞ്ഞത് പോലെ നീയും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പാർവതി? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ ചോദിച്ചതും ആ കണ്ണുകൾ സജ്ജലങ്ങളായി. ചുണ്ടുകൾ വിതുമ്പി നിറഞ്ഞു തൂവിയ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റാതെ അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു. തുടരും. കഥയുടെ ബാക്കി ഭാഗം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.